പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളാണ്. അവരിപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സിനിമയിൽ അഭിനയിച്ച് ഏതെങ്കിലും പുരസ്കാരം ലഭിച്ചതിൻ്റെ പേരിലല്ല. അവർ ഓം പ്രകാശ് എന്ന് പറയുന്ന കൊടും ക്രിമിനൽ എറണാകുളത്ത് ക്രൗൺ പ്ലാസയിൽ റൂം എടുക്കുകയും അയാൾ ലഹരി ഉപയോഗം വിൽപ്പനയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള കേസിൽ അയാൾ അറസ്റ്റിലായിരുന്നു. അവിടെ 20ഓളം പേരെ ചെന്നിരുന്നു. ആ ചെന്ന കൂട്ടത്തിലുള്ള രണ്ട് സിനിമാ താരങ്ങളാണ് ഈ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും. ഇവർ രണ്ടുപേരും ചെന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഓം പ്രകാശിനെ സന്ദർശിക്കാനായി ചെന്നിട്ടുണ്ട്. അവർ ലഹരി ഉപയോഗത്തിനാണ് ചെന്നതെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ പ്രയാഗ മാർട്ടിൻ അത് നിഷേധിച്ചിട്ടുണ്ട്. പ്രയാഗ മാർട്ടിൻ പറയുന്നത് അതിനല്ല ചെന്നത്, സുഹൃത്തുക്കളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുകയായിരുന്നു. വേറെ ചില സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവിടെ ചെന്നു. കോഴിക്കോടേക്ക് വന്ദേ ഭാരതി പോകണമായിരുന്നു. വെളുപ്പിന് 5 മണിക്കാണ് ചെല്ലുന്നത്. അവിടെ കുറച്ച് നേരം വിശ്രമിക്കാം എന്ന് കരുതി അവിടെ കിടന്ന് 2 മണിക്കൂർ ഉറങ്ങിയ ശേഷം വന്ദേ ഭാരതിൽ എറണാകുളത്ത് നിന്ന് വന്ദേ ഭാരതിൽ കയറി കോഴിക്കോടേക്ക് പോവുകയും ചെയ്തു. എനിക്ക് ഈ ഓം പ്രകാശിനെ ഒന്നും അറിയില്ല എന്നാണ്. അവരുടെ അമ്മയും നേരത്തെ പറഞ്ഞു അങ്ങനെയുള്ള ഒരാളല്ല പ്രയാഗ മാർട്ടിൻ. സത്യം എന്താണെന്നുള്ളത് നമ്മൾ തെളിയേണ്ടതാണ്. പ്രയാഗ മാർട്ടിൻ പറഞ്ഞത് ശരിയാണോ, ഇനി പ്രയാഗ മാർട്ടിൻ ലഹരി ഉപയോഗിക്കുമോ, അതൊക്കെ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഈ ശ്രീനാഥ് ഭാസിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനല്ല. ശ്രീനാഥ് ഭാസി നേരത്തെയും ഈ സിനിമാ രംഗത്ത് വിലക്കുൾപ്പെടെ നേരിടേണ്ടി വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ലഹരി ഉപയോഗത്തെക്കുറിച്ചൊക്കെ പരസ്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശ്രീനാഥ് ഭാസി പക്ഷേ ഇതുവരെ നമ്മൾ വർത്തമാനം പറയുന്നിടം വരെയും ശ്രീനാഥ് ഭാസി ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. പ്രയാഗ മാർട്ടിൻ പ്രതികരിച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് സംഭവം എന്ന് ഒരു വ്യക്തത വരുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പ്രയാഗ മാർട്ടിൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീനാഥ് ഭാസി ഒന്നും പറഞ്ഞിട്ടില്ല. ശ്രീനാഥ് ഭാസിയുടെ പേരിൽ നേരത്തെയും പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. മികച്ച നടനാണ് ശ്രീനാഥ് ഭാസി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ നടൻ കഴിഞ്ഞ് മാറ്റി നിർത്തും വ്യക്തി എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ശ്രീനാഥ് ഭാസി ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. അതുപോലെ നമുക്കറിയാം, ഒരു ആങ്കറുമായി തെരുവിളി ഉൾപ്പെടെ ഉണ്ടായി കേസാവുകയൊക്കെ ചെയ്തു. അപ്പം ആളുകളോട് പെരുമാറുന്ന രീതിയിലൊക്കെ വലിയ ഈ ന്യൂജൻ താരം എന്ന് ആ ഗണത്തിൽപ്പെടുന്ന ഒരാളാണ് ശ്രീനാഥ് ഭാസി. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ കേസിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി പറഞ്ഞ ഒരു വലിയ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു കാര്യം സിനിമാ രംഗത്തെ ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ്. പക്ഷേ അതാരും ചർച്ച ചെയ്തില്ല. അത് സൈഡ് ലൈൻ ചെയ്തു പോവുകയും അതിനപ്പുറം എക്കാലവും സിനിമയിലുണ്ടായിരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു, അതൊരു പുതിയ കാര്യമല്ല. പക്ഷേ അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. സ്ത്രീകൾക്ക് തൊഴിൽ ഇടങ്ങളിൽ മാന്യമായ ആ രീതിയിൽ അവരെ പരിഗണിക്കുകയൊക്കെ വേണം. പക്ഷേ അത് മാത്രം ബൂസ്റ്റ് ചെയ്യുകയും ഇത് താഴേക്ക് പോവുകയും ചെയ്തു. ബോധപൂർവമാണോ അങ്ങനെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് സിനിമാക്കാർക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു, അത് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞത് അത് ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും മറ്റേത് ഇങ്ങനെ ചർച്ച ചെയ്യുകയും നിലനിർത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി 2 താരങ്ങളുടെ പേര് ലഹരി ഉപയോഗത്തിന് പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നു. എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്? ഇപ്പം ഈ പറഞ്ഞതുപോലെ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിൻ ഇവർ രണ്ടുപേരുമാണ് ആരോപണ വിധേയർ. കഴിഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ജോൺ പറഞ്ഞതുപോലെ ഏറ്റവും വിവാദമായിട്ട് വരേണ്ട ഒരു വിഷയമായിരുന്നു മയക്കുമരുന്ന് വിഷയം. അല്ലെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് സെക്സ് അല്ലെങ്കിൽ അതിനെപ്പറ്റി മാത്രമാണല്ലോ ചർച്ച ചെയ്തത്. പീഡനം അതിനെപ്പറ്റി മാത്രം ചർച്ച ചെയ്ത് ആ ഫിലിം ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരു മാഫിയ ഉണ്ടെങ്കിൽ ആ മാഫിയ യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് മാഫിയാണെന്നല്ലോ പറഞ്ഞു. അത് ആദ്യം മുതലേ മറച്ചു. ആ റിപ്പോർട്ടിനകത്ത് 3 പേരും എഴുതി വെച്ചിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ടുള്ള ഈ ഒരു സാധനം. പക്ഷേ അതിനെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. പിന്നെ അത് ചർച്ചയായിട്ട് വന്നു. വീണ്ടും അത് ചർച്ചയായിട്ട് വന്നപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടേ ചർച്ചയല്ലാതായി. ഇപ്പം രണ്ടാമത് ഈ പറയുന്ന ശ്രീനാഥ് ഭാസി എന്ന് പറയുന്ന ആളുടെ പേര് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് മയക്കുമരുന്ന് ഉപയോഗം എന്ന് കേട്ടപ്പോൾ അതിനകത്ത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പോലും മനസ്സിൽ ഓടി വന്ന ഒരു മുഖം എന്ന് പറയുന്നത് ശ്രീനാഥ് ഭാസിയാണ്. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഷൈൻ നിഗം. ഇവരെ രണ്ടുപേരെയാണല്ലോ ഒരു ഘട്ടത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞിട്ട് മാറ്റി നിർത്തിയത്. വീണ്ടും ഇവരെ എന്തിന് സിനിമയിലെടുക്കുന്നു, വീണ്ടും ഇവരെ എന്തിന് അഭിനയിപ്പിക്കുന്നു? എന്തോ അത്രയ്ക്ക് അതിനകത്ത് ആളുകളുടെ തൊഴിൽ എന്തോ തൊഴിലവകാശമാണെന്ന്. ഈ രാജ്യത്ത് ഏറ്റവും കുറ്റമായിട്ടുള്ള ഒരു കാര്യം ഉപയോഗിക്കുന്നവനെന്നറിഞ്ഞുകൊണ്ട് അവനെ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്.
ഈ ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം പറഞ്ഞിരിക്കുമ്പോൾ അത് പരസ്യമായിട്ട് ഉപയോഗിക്കുകയും അതിന് പരസ്യമായിട്ട് പ്രൊമോഷൻ കൊടുക്കുകയും ഇത് ഞാൻ ഉപയോഗിക്കുന്ന ആളാണെന്ന് ഇവിടുത്തെ സാധാരണക്കാരനും അല്ലെങ്കിൽ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ സിനിമയെ ആരാധിക്കുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നവൻ ഏറ്റവും വലിയ ഹീറോ ആണെന്ന് കാണിക്കുന്ന ഒരാളെയാണ് വീണ്ടും സിനിമയിൽ അഭിനയിപ്പിക്കേണ്ടത്. അതിനകത്ത് എന്ത് ന്യായം പറഞ്ഞാൽ എന്ത് ന്യായം? എന്താ അപ്പൊ ഈ പ്രൊഡ്യൂസർമാർക്കും സംവിധായകന്മാർക്കും ഇവരെ നിർബന്ധമായിട്ട് അഭിനയിപ്പിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും കൈ കാണും. ഇപ്പൊ സിനിമാ ഫീൽഡിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഇതുപോലുള്ള മയക്കുമരുന്ന് മാഫിയാണെന്നാണ്. അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള ആൾക്കാരെ വെച്ച് സിനിമ എടുക്കാൻ താല്പര്യപ്പെടുന്ന സംവിധായകന്മാർക്ക് ഇതിനകത്ത് കൈയുണ്ടെന്നാണ്. അപ്പൊ അതെല്ലാം വാസ്തവമാണെന്ന് വരുന്ന രീതിയിലേക്കല്ലേ ഈ കാര്യങ്ങൾ വരുന്നത്. അങ്ങനൊന്നും ജോലി ന്യായീകരിക്കാൻ നിൽക്കണ്ട. പിന്നെ ജോലി പറഞ്ഞെന്തോ ജോലി ജോലിയാന്നു. ഈ ശ്രീനാഥ് ഭാസി എന്ന് പറയുന്നവൻ അവന് സെലിബ്രിറ്റി ആയതുകൊണ്ട് അവനെ വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്തു. അവനെ വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്ത സ്ത്രീയുടെ എന്തെല്ലാം പറഞ്ഞതിന് ശേഷം പറഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്നിട്ട് ഇവൻ എത്ര വട്ടം മൊബൈലിൽ കൂടെ ആ സ്ത്രീയെ ആക്ഷേപിച്ചു. ആ സ്ത്രീയെ ആക്ഷേപിച്ച ബോധമുള്ളവൻ ചെയ്യുവോ ജോണേ? ബോധമുള്ളവൻ ചെയ്യുവോ? ഒരിക്കൽ എന്തെങ്കിലും പറഞ്ഞോ സ്ത്രീ പരാതിപ്പെട്ട് കഴിഞ്ഞ് ഇവൻ എത്ര വട്ടം ചെയ്തു? ഞാനീ പറഞ്ഞ ജോണിനോടുള്ള ദേഷ്യം കൊണ്ട് പറയല്ല. ഞാൻ പറഞ്ഞ ശ്രീനാഥ് ഭാസിയോട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും യോജിപ്പില്ല. കാരണം ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന അയാൾ കഷ്ടപ്പെട്ട് ചിലപ്പോൾ പലതരത്തിൽ അയാൾ സമ്പന്നനായിരിക്കണമെന്ന് പോലുമില്ല, സിനിമ എടുക്കാനുള്ള പാഷൻ കൊണ്ട് വരുന്ന പ്രൊഡ്യൂസർ ആയിരിക്കും. അയാൾക്ക് ഈ ചാർട്ട് ചെയ്യുന്ന സമയത്തിനുള്ളിൽ ഈ സിനിമ തീർത്തു കൊടുക്കണം. നമ്മൾ കേട്ടിട്ടുണ്ട് പ്രേം നസീർ, മമ്മൂട്ടി, മോഹൻലാൽ, ഇവരൊക്കെ എന്തുകൊണ്ടാണ് അവർ ലെജൻഡറി ആക്ടേഴ്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ 6 മണി 7 മണി എന്ന് പറഞ്ഞാൽ ആ കൃത്യസമയത്ത് അവർ ഷൂട്ടിന് വരും. അവർ ഇപ്പോൾ പുതിയ ഒരു സംവിധായകനാണെങ്കിൽ പോലും അയാൾ പറയുന്ന ആ ഷോട്ട് വെക്കുന്നതനുസരിച്ച് അഭിനയിക്കും. അത് കാരണം സംവിധായകൻ്റെ കലയാണ് സിനിമ. പ്രൊഡ്യൂസർക്ക് നഷ്ടം ഉണ്ടായിരുന്നെന്ന് അതുകൊണ്ടാണ് മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഈ 40 വർഷമായിട്ട് രണ്ടുപേരും നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ആ സിനിമയെ കാണുന്നുണ്ട്. പക്ഷേ പുതിയ ആളുകൾ അങ്ങനല്ല. പുതിയ ആളുകളെ സംബന്ധിച്ച് ഇതൊരു കാശുണ്ടാക്കാനുള്ള ഒരു മാർഗം, സമ്പത്തുണ്ടാക്കാനുള്ള മാർഗം, ഒരു ഫെയിം ഉണ്ടാക്കാനുള്ള മാർഗം എന്നുള്ളതിൽ കവിഞ്ഞ് ഞങ്ങളൊരു വലിയ ആർട്ടിസ്റ്റായി മാറണമെന്നോ അല്ലെങ്കിൽ ഞങ്ങളെ ഓർക്കുന്ന സിനിമകൾ ഉണ്ടാകണമെന്നോ ചിന്തിക്കുക. പക്ഷേ അവർക്ക് ഈ പറഞ്ഞ പോലെ നല്ല സിനിമകൾ വരുന്നുണ്ട്. അവരെ ഒന്ന് മാറ്റി ചില കഥാപാത്രങ്ങൾ അവർ മാത്രം ചെയ്താൽ നന്നാകുന്ന കഥാപാത്രങ്ങളുണ്ട്. പിന്നെ മമ്മൂട്ടി പോലും പറഞ്ഞു അയാളെ ശ്രീനാഥ് ഭാസിയെ വിലക്കിയത് ശരിയായില്ല, അയാളുടെ തൊഴിൽ നമ്മൾ ഇല്ലാതാക്കാൻ പാടില്ല. അയാൾ തെറ്റിതിരുത്തി വന്നാൽ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് അയാൾ തെറ്റിതിരുത്തി വന്നാൽ അയാളെ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഈ പ്രൊഡ്യൂസറാണല്ലോ തീരെ നമ്മൾ ഈ പറയുന്നെങ്കിലും ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞെനിക്ക് മനസ്സിലായി. ആ പ്രൊഡ്യൂസർ ഒരു ഡയറക്ടറും പറയാണ് നമുക്ക് ശ്രീനാഥ് ഭാസി മതി അല്ലെങ്കിൽ നമുക്ക് ഷെയ്ൻ നിഗം മതി എന്ന് അവർ തീരുമാനിച്ചാൽ അവരൊരു വലിയ അജണ്ടയുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് പോലല്ല. ഇതിനകത്ത് അയാളുടെ തൊഴിലോ അയാളുടെ പ്രശ്നമോ ഒന്നുമല്ല വിഷയം. ഈ സിനിമ എന്ന് പറയുന്ന ഒരു കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. സിനിമ എന്ന് പറയുന്ന പള്ളിയിലച്ചന്മാർ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ഒരു വിഷയം, അല്ലെങ്കിൽ ചില സിനിമകളെ പറ്റി. ഒരു സിനിമയ്ക്കകത്ത് ഒരു ഹീറോ കാണിക്കുന്ന എന്ത് തോന്നിവാസവും അത് ശരിയോ തെറ്റോ പോലും ഏറ്റെടുക്കാതെ അല്ലെങ്കിൽ അത് ശരിയാണെന്ന് ധരിച്ച് ഇവിടുത്തെ ചെറുപ്പക്കാരും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പം ഞാനീ പറഞ്ഞ മാഫിയകൾക്ക് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് മാഫിയ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയോ. അവർ തന്നെയാണ് ഇതിനകത്ത് അഡീഷണൽ ഉള്ളവരും. വേർതിരിച്ച് കാണാതെ മുതിർന്ന ഒരാളാണെങ്കിൽ ഇത് സിനിമയാണ്, അല്ലെങ്കിൽ ആ സിനിമയ്ക്കകത്ത് ഈ പറയുന്ന ഈ ഫാസി അഭിനയിക്കുന്ന കഥാപാത്രം വേറെയാണ്, ഫാസി വേറെയാണെന്ന് കാണും. പക്ഷെ ഒരു വിദ്യാർത്ഥി ഫാസിയെ കാണുന്നത് കഥാപാത്രത്തെയും ഫാസിയെയും വേർതിരിച്ച് കാണത്തില്ല. അത്രയ്ക്കുള്ള പക്വതയേ ഉള്ളൂ. അപ്പം ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയാളൊരു നല്ല കഥാപാത്രമാണെന്ന് പറയുന്നു, നല്ല അഭിനേതാവെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇയാൾക്ക് നല്ല റോളുകൾ കൊടുക്കുന്നു. ഈ റോളുകൾ അഭിനയിപ്പിക്കുന്ന അയാളെ റോൾ മോഡലാക്കിയാൽ ഉള്ള കുഴപ്പം എന്തുവാ? ഇയാൾ എന്നിട്ട് അതിൻ്റെ കൂടെ ഇയാൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇത് ഞാൻ കഴിക്കുന്ന ആളാണെന്ന് പരസ്യമായിട്ട് ആൾക്കാർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള സംസാരവും പ്രവർത്തനവും അംഗീകരിക്കലും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്. മയക്കുമരുന്നടിക്കുന്നത്, അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നത്, അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുന്നത്, അങ്ങനെ ഷെയ്ൻ നിഗം വഹിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസി വഹിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തെ ആരാധിക്കുന്ന ഈ വേർതിരിവില്ലാത്ത വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഒക്കെ ഈ രീതിയിൽ അങ്ങോട്ട് പോകാൻ തുടങ്ങിയാൽ അതെങ്ങനെയായി തീരും? അപ്പോൾ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് ഇവരെ വെച്ച് സിനിമ എടുക്കുന്നതിന് പ്രൊഡ്യൂസർമാരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഡ്യൂസർമാരും അതിന് താല്പര്യമുള്ള സംവിധായകന്മാരും ഉണ്ടോ എന്ന് സംശയിച്ചാൽ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാനിതേ പറഞ്ഞല്ലോ, ഒരു കലാകാരനെ
ഫെയിമാക്കി വെച്ചിട്ട് ആ കലാകാരൻ്റെ ആരാധകർ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ അയാളെന്തോ ഈ ന്യൂ ജനറേഷനൊക്കെ എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ന്യൂ ജനറേഷൻ്റെ ഫെയിമായിട്ട് ശ്രീനാഥ് ഭാസി വരുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. എന്താ കഞ്ചാവ് കുടിച്ചാൽ, എന്താ സിന്തറ്റിക് ഡ്രഗ് അടിച്ചാൽ, അയാൾ എന്താ അടിക്കുന്നുണ്ടല്ലോ, അയാൾ സമൂഹത്തിൻ്റെ എല്ലാവരും അംഗീകരിക്കുന്ന ആളാണല്ലോ. അപ്പം അങ്ങനെ അടിച്ചാലേ നമ്മളെ അംഗീകരിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും പോയാൽ അത് മതിയല്ലോ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി പോട്ടെ. അപ്പം ആ രീതിയിലേക്ക് പിന്നെ മാത്രമല്ല സിനിമാ നടി പറയുന്നത് എന്തോ അവരുടെ അമ്മ പറയുന്നത് ഒന്നും അറിയത്തില്ല. എങ്ങനെയാ ജോണേ ഓം പ്രകാശ് ഇരിക്കുന്ന റൂമിലാണോ ഈ സിനിമാ നടികളുടെയും അല്ലെങ്കിൽ ഈ സിനിമാ നടന്മാരെയും കൂട്ടുകാരൊക്കെ ഇരിക്കുന്നത്? അപ്പോൾ ആ കൂട്ടുകാരുടെയൊക്കെ പണി എന്തുവാ? ഓം പ്രകാശിൻ്റെ പണിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പണിയായിരിക്കുമല്ലോ. നിങ്ങളിപ്പോൾ ഒരു കവിയാണല്ലോ, നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളും ഒക്കെ അതുപോലുള്ള കവികളും അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനം ഉള്ളിടത്താണല്ലോ പോകുന്നത്, വേറെ എവിടെയെങ്കിലും പോകാറുണ്ടോ? അപ്പം ഈ നടി പറഞ്ഞത് എൻ്റെ കൂട്ടുകാരി ഇന്ന ഹോട്ടൽ റൂമിൽ അല്ലെങ്കിൽ DJ പാർട്ടി നടക്കുന്നിടത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടുകാരിക്കും ഈ കൂട്ടുകാരിക്കും സമാനതകൾ പലതും ഉണ്ടല്ലോ. ഇപ്പം ശ്രീനാഥ് ഭാസിയെ പറയുന്നത് പോലെ പരസ്യമായിട്ട് നമുക്ക് പറയാൻ കാരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അവരെ വിട്ടേക്കാം. ഓം പ്രകാശ് ഇരിക്കുന്നിടത്തും DJ പാർട്ടി നടക്കുന്നിടത്തും ആണ് ഈ നടിയുടെ കൂട്ടുകാരിയ്ക്കുന്നതെങ്കിൽ നടിയെ സംശയിക്കേണ്ടതായിട്ടുണ്ട്. ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം ഈ ശ്രീനാഥ് ഭാസിയും ഇതുപോലുള്ള നടികളും മറ്റവരും മറിച്ചവരും ഒക്കെ ഓം പ്രകാശ് അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ പറയാം, പുള്ളി പരസ്യമായിട്ട് ഒരു ഗുണ്ടാത്തലവൻ എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. അയാളെ ആ രീതിയിലാണ് അയാൾ ഗുണ്ടയാണെന്ന് അംഗീകരിച്ച് നടക്കും, അയാൾ ആ പണി കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അയാളെ ഇവരെക്കാട്ടി കൂടുതൽ എനിക്ക് ബഹുമാനം തോന്നുന്നത് അയാളോടാണ്. അയാൾ ചെയ്യുന്ന പണി പരസ്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ഇവർ ചെയ്യുന്ന പണി വേറെ പണി ചെയ്യുന്നെന്ന് കാണിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഇതുപോലുള്ള പണിക്ക് നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പം ഇവരൊക്കെ കലാകാരന്മാരല്ല, ഇവരെ ഈ കലയെ ഉപയോഗിച്ച് നാടിനെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ. അതായത് അതോടുകൂടി സ്വന്തം ഉപജീവനം കൂടി നടത്തുന്ന ആൾക്കാർ. സ്വന്തം ഉപജീവനത്തിനപ്പുറം ഈ നാട്ടിലെ ചെറുപ്പക്കാരെയും യുവാക്കളെയും അല്ലെങ്കിൽ ഈ നാടിനെ നശിപ്പിച്ച് ഉപജീവനം നടത്തുന്ന, കലയെ നശിപ്പിച്ച് ഉപജീവനം നടത്തുന്ന കുറേ ആൾക്കാരെന്ന് പറയേണ്ടി വരും. അതായത് ഇവരൊക്കെ തന്നെയാണ് നാളെ കാലത്ത് ഈ ഇൻഡസ്ട്രിയുടെ ശാപവും ഇൻഡസ്ട്രി ഇതുപോലുള്ള മയക്കുമരുന്ന് മാഫിയൊക്കെ നയിക്കുന്നതിന് കാരണക്കാരായിട്ടുള്ളവർ. ഇവർ മയക്കുമരുന്ന് അല്ലെങ്കിൽ ആ ലോബി ഇതിനകത്തുണ്ടെങ്കിൽ ആ ലോബിയുടെ ആൾക്കാർ തന്നെ അവരുടെ ലോബി ഉണ്ട്. അതെ, മയക്കുമരുന്ന് ലോബി സിനിമയ്ക്കകത്ത്. കാരണം ഇങ്ങനെ പരസ്യമായി ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആണ് പറയുമ്പോൾ അതൊരു സന്ദേശമാണ്. ഇത് പരസ്യമായി ഇതൊക്കെ ചെയ്യാം. ഒരു ഹീറോയിസം ഉള്ള ഒരാള് അല്ലെങ്കിൽ ആരാധന വരുന്ന ഒരാള്, നല്ല സിനിമ ഞാൻ പരസ്യമായിട്ട് കഞ്ചാവ് അടിക്കുന്നവനും ഡ്രഗ് അഡിക്റ്റുമാണ്, ഇതൊരു ക്രെഡിറ്റ് ആണ് എന്ന് യുവാക്കൾക്കിടയിലും ചെറുപ്പക്കാരുടെയും സന്ദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സന്ദേശമാണ്. അത് നാടിനെ നശിപ്പിക്കുന്ന സന്ദേശമാണ്. ഇവരെ വെച്ച് സിനിമ എടുക്കുന്നത് മുമ്പേ പറഞ്ഞതുപോലെ ആ പ്രൊഡ്യൂസർമാർക്കും സംവിധായകന്മാർക്കും ഒരു പ്രത്യേക അജണ്ട ഉണ്ട് എന്ന് വിചാരിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഈ ഒരാളുടെ തൊഴിലും അല്ലെങ്കിൽ ഒരാളെ മാറ്റി നിർത്തിയാൽ ആ റോളുകൾ കൈകാര്യം ചെയ്യാൻ വേറെ ആളില്ല എന്നൊന്നും പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. ജയൻ മരിച്ചു പോയിട്ട് ആളുണ്ടായി, നസീർ മരിച്ചു പോയിട്ട് ആളുണ്ടായി, ഇത് വലിയ പ്രഗത്ഭന്മാരായിട്ടുള്ള നടന്മാരൊക്കെ പോയിട്ട് ഈ സിനിമ ഇൻഡസ്ട്രി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ നസീറിനൊപ്പം ഒക്കുന്നില്ലെങ്കിലും ആ റോൾ വേറെ ആൾക്കാർ അഭിനയിച്ചല്ലേ മതിയാവും. അപ്പോൾ അതൊന്നും അല്ല കാരണം, ഇതിനൊക്കെ കാരണങ്ങൾ വേറെയാണ്. ആ കാരണങ്ങൾ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. അതായത് ഇത് ഒരു ലോബിയുടെ ഭാഗമാണ്. ഇത് ഒരു കാര്യം പറയുമ്പോൾ ഈ വളരെ പ്രശസ്തനായ ഒരു നടൻ, സീനിയറായിട്ടുള്ളൊരു നടനാണ് അദ്ദേഹം. ഈ ന്യൂജൻ സിനിമാക്കാരുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ മൊത്തം പുകയാണ്, ഈ യുവമാർ മൊത്തം ഇരുന്ന് കഞ്ചാവ് പോയിക്കുക. അവസാനം ഈ പുള്ളിക്ക് പറയേണ്ടി വന്നു, നീയൊക്കെ ചത്തുപോകും, മാറിയിരുന്ന് വലിക്കുക, എന്നെയും കൂടെ എൻ്റെ മുഖത്തും കൂടെ ഇതെല്ലാം കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളി ആകപ്പാടെ മദ്യപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പുള്ളി എന്ന് നോക്കുമ്പോൾ അതിനകത്ത് പുള്ളി ആകെ അങ്കലാപ്പിലായിപ്പോയി. അതുപോലെ ഈ ചില സംവിധായകർ, നമ്മളൊരു സുഹൃത്ത് പറഞ്ഞാണ്, അവിടെ ചെല്ലുമ്പോൾ ഇവർ ചർച്ച ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഈ അടുത്തായിട്ടൊക്കെ പേര് പറയുന്ന പലരുടെയും കാര്യങ്ങളൊക്കെ പറയുമ്പം ഒരുമിച്ച് കൂടി കഥ ഡിസ്കഷൻ എന്ന് പറയുന്നത് തന്നെ ഇത് വലിച്ചുകൊണ്ടും ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ ഇത് ഉള്ളതാണ്. ഈ ശ്രീനാഥ് ഭാസി എന്നുള്ളതല്ല, ഒരുപാട് ആളുകൾ അതിനകത്തുണ്ട്. പല നടന്മാരും നടിമാരും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ കൃത്യമായി പോലീസ് പരിശോധന നടത്തണം. പല വലിയ വമ്പന്മാരും അല്ലെങ്കിൽ നമ്മൾ ഈ ആരാധിക്കുന്ന ന്യൂജൻ എന്നൊക്കെ പറയുന്ന ഇപ്പോഴത്തെ യൂത്ത് ആരാധിക്കുന്ന പല നടന്മാരെയും കൈയോടെ പൊക്കിയാൽ, അല്ലെങ്കിൽ നടന്മാരെയും നടിമാരെയും പൊക്കിയാൽ ഇതെല്ലാം നിയന്ത്രിക്കുന്ന വലിയ കക്ഷികളാണ്. ഇപ്പോൾ തന്നെ ഈ ഓം പ്രകാശിന്റെ കേസ് ഇപ്പം ഉള്ളി തൊലിച്ചോലാവുകയാണല്ലോ.
തെളിവില്ല. ഡ്രഗ് ഓംപ്രകാശിന്റെ കയ്യിലുണ്ടായിരുന്നു പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വാർത്ത വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ അവർ ഡ്രഗില്ലല്ലോ, ഡ്രഗില്ല, അയാൾക്ക് ജാമ്യം കിട്ടുന്ന അവസ്ഥ വന്നല്ലോ. ഒരു കാലത്ത് ഒരു നടക്ക് ജാമ്യം കിട്ടുന്ന കാര്യമല്ല, കാരണം സിന്തറ്റിക് ഡ്രഗാണ്. അപ്പോൾ ജാമ്യം കിട്ടിയപ്പോൾ ഇടയിൽ അതില്ല. അപ്പോൾ തന്നെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും കോടതിയിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കുന്നതും ഇതിന്റെ പുറകിൽ നിൽക്കുന്നതൊക്കെ വലിയ വലിയ മാഫിയ. പണ്ട് ഈ അന്വേഷിച്ച് ചെന്നപ്പോൾ അവിടെ നിന്ന് വിളി വന്നല്ലോ, ബോസ് എന്ന് പറയുന്ന ആളാണ്. അതായത് ഇടക്കാലത്ത് വെച്ചിട്ട് സർക്കാർ ലൊക്കേഷനുകളിൽ കയറാനുള്ള ശ്രമം നടത്തി. അപ്പോൾ നടത്തിയപ്പോൾ അത് പൂട്ടിട്ടു. കാരണം ബോസ് എന്ന് പറയുന്ന ആള് അവിടുന്ന് ഇടപെട്ടു. ബോസ് ആണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ബോസുമാർ പലരും ബോസുമാരെന്ന് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല, അല്ല മനസ്സിലാവുന്നത്. ഇത് കാരണം കോടാനുകോടി രൂപയുടെ ഒരു ക്രയവിക്രയം നടക്കുന്ന ഒരു മേഖലയാണല്ലോ, ഈ മാഫിയ മേഖലയാണല്ലോ. ഇപ്പോൾ അതിൻ്റെ നമ്മൾ വിചാരിക്കുന്ന തലത്തിലല്ല അതിൻ്റെ പ്രവർത്തനം. അത് പണ്ട് പല നടന്മാരും മദ്യപിച്ചാണ് നശിച്ചു പോയിട്ടുള്ള ഒരു ജീവിതമല്ല. പക്ഷെ അത് ആ കാലം മാറിയപ്പോൾ മദ്യം എന്നുള്ളത് മാറുകയും അല്ല, മദ്യം എന്ന് പറഞ്ഞാലേ അതിന്റെ അതുപോലെ അല്ലത്. ഇത് മദ്യം എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മാത്രമേ നശിക്കത്തുള്ളൂ. സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അടുത്ത് ഇപ്പൊ പറയുന്ന ജോൺ സിന്തറ്റിക് ഡ്രഗ്, അല്ലെങ്കിൽ ഞാൻ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു എനിക്കിപ്പോൾ പറയാൻ ഒക്കത്തില്ല. ഇപ്പൊ അവതാരക ചീത്ത പറഞ്ഞാൽ അവന്റെ കുറ്റമൊന്നുമല്ല. അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് മെസ്സേജ് ചെയ്യുന്നതാണ് തലച്ചോറിനെ അന്നേരം തന്നെ തലച്ചോറ് ഇല്ലായ്മയായി പോകുന്ന എന്ത് പ്രവർത്തിക്കണം എന്ന് അറിയാൻ വയ്യാത്ത രീതിയിലേക്കുള്ള ഒരു ആളായിട്ട് മാറുക. അങ്ങനത്തെ സമൂഹത്തെ ആക്കി തീർക്കുന്ന ആളായിട്ട് ഇയാളെ ഐക്കണായി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അതൊരു വല്ലാത്ത വളരെ പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന ഒരു മാഫിയ പ്രവർത്തനം തന്നെയാണ്. അതായത് ഇത് അടിക്കുന്നതും ഇത് ഉപയോഗിക്കുന്നതും ഒക്കെ നല്ലതാണ്, അങ്ങനെയുള്ളവനാണ് ഹീറോ എന്ന് കാണിക്കാൻ വേണ്ടി സിനിമ ഫീൽഡിലെ മാഫിയ സംഘം ഇവരെ ഉപയോഗിക്കുന്നു എന്ന് വേണം കരുതാൻ.